കൈലാസത്തെക്കുറിച്ച് ആരും പറയാത്ത രഹസ്യങ്ങൾ. ഇന്ത്യയിലും ടിബറ്റിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൈലാസ പർവ്വതം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ഒരിടമാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായ കൈലാസം ശിവന്റെ വാസസ്ഥലമായാണ് കണക്കാക്കുന്നത്. അന്ധമായ ധ്യാനത്തിൽ പത്നിയായ പാർവതിയോടും തൻ്റെ വാഹനമായ നന്ദിയോടുമൊപ്പം ശിവൻ ഇവിടെ വസിക്കുന്നു എന്നാണ് ഹിന്ദു മതം വിശ്വസിക്കുന്നത്. ബുദ്ധവിശ്വാസികൾക്ക് ഇവിടെ ബുദ്ധൻ്റെ വാസകേന്ദ്രവും ജൈനമതക്കാർക്ക് തീർത്ഥങ്കരനായ ബോധോദയം ഉണ്ടായ സ്ഥലവുമാണിത്. എന്തൊക്കെ പറഞ്ഞാലും ധാരാളം വിശ്വാസങ്ങളും നിഗൂഢതകളും കൈലാസത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇതുവരെയും ആരും ചെന്നെത്താത്ത കൈലാസത്തിൻ്റെ ഉയരങ്ങളിൽ ദൈവം താമസിക്കുന്നുണ്ടത്രേ. ശിവന്റെ വാസകേന്ദ്രമായ കൈലാസത്തിൻ്റെ നിഗൂഢകളും രഹസ്യങ്ങളും നമുക്കറിയാം. കൈലാസമെന്നാൽ സ്ഫടികം എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ് കൈലാസം എന്ന പദം ഉണ്ടായത്. കൈലാസ പർവ്വതത്തിൻ്റെ ടിബറ്റൻ പേര് ഗ്യാൻഡിൻ പോച്ചി എന്നാണ്. ഗ്യാൻ എന്ന പദത്തിനർത്ഥം മഞ്ഞിൻ്റെ കൊടുമുടി എന്നും റിൻപോച്ചി പദത്തിന് അമൂല്യമായത് എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഗ്യാൻഡിൻ പോച്ചി എന്നാൽ മഞ്ഞിൻ്റെ അമൂല്യരത്നം എന്നർത്ഥവുമുണ്ട്. ടിബറ്റിലെ ബുദ്ധമതാനുയായികൾ കൈലാസ പർവ്വതത്തെ കാൻഗ്രി റിൻപോച്ചി എന്ന് വിളിക്കുന്നു. ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തു നിന്ന് വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലത്തു നിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. കൈലാസ പർവ്വതത്തിൻ്റെ പ്രദക്ഷിണ വഴിയുടെ നീളം 52 കിലോമീറ്ററാണ്. ആരും എത്തിച്ചേരാത്ത ഒരിടമാണ് കൈലാസം. കൈലാസ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹണങ്ങൾക്ക് പോലും എത്തിച്ചേരാൻ സാധ്യമല്ല. പലരും ഇതിനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സമയം വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്നത് കാണണോ എങ്കിൽ കൈലാസത്തിലേക്ക് പോയാൽ മതി. ഇവിടം സഞ്ചരിച്ചവരുടെ അനുഭവങ്ങളിൽ നിന്നും അറിയുന്നത് ഇവിടെ വളർച്ച മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലാണെന്നാണ്. അതായത് നഖങ്ങളും മുടിയും സാധാരണയിൽ നിന്നും മാറി വേഗത്തിൽ വളരുമത്രേ. സാധാരണഗതിയിൽ 2 ആഴ്ച കൊണ്ടാണ് നഖവും മുടിയും വളരുന്നത്. എന്നാൽ ഇവിടെ അതിനെടുക്കുന്ന സമയം 12 മണിക്കൂർ മാത്രമാണ്. വേഗത്തിൽ നടക്കുന്ന സ്ഥാനമാറ്റം. വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസം. അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രക്കേഴ്സിനെയാണ്. നിരന്തരം സ്ഥാനം മാറുന്നതിനാൽ ആർക്കും ഇതുവരെയും ഇതിൻ്റെ മുകളിലെത്താൻ കഴിഞ്ഞിട്ടില്ലത്രേ. എന്നാൽ ടിബറ്റിൽ നിന്നും ബുദ്ധ സന്യാസിയായ മിലേറെപ്പ എന്നൊരാൾക്കു മാത്രമാണ് കൈലാസത്തിൻ്റെ മുകളിലെത്താനായത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ലോകത്തിൻ്റെ കേന്ദ്രം നമ്മുടെ സ്വന്തം കൈലാസമാണെന്നാണ് അമേരിക്കയിലെയും റഷ്യയിലെയും നിരവധി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നിരവധി ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ് ലോകത്തിൻ്റെ അച്ചുതണ്ട് കൈലാസമാണെന്നത്. ആക്സിസ് മുണ്ടി. ലോകത്തിൻ്റെ അച്ചുതണ്ടെന്ന നിലയിൽ ആക്സിസ് മുണ്ടി എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത്. ഇതിന് അവർ വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നായ സ്റ്റോൺ ഹെഞ്ചിലേക്ക് ഇവിടെ നിന്നും കൃത്യം 666 കിലോമീറ്ററാണുള്ളത്. കൂടാതെ നോർത്ത് പോളിലേക്ക് 6666 കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് 13332 കിലോമീറ്ററും ദൂരമുണ്ടത്രേ. പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസത്തിനെ കോസ്മിക് ആക്സിസ് ആയി കാണിച്ചിട്ടുണ്ടത്രേ. ഭൂലോകത്തെയും പരലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടം കൂടിയാണത്രേ കൈലാസം. വേദങ്ങളനുസരിച്ച് കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഇടമാണ്. ഹിന്ദു ബുദ്ധ ജൈന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇവിടേക്കുള്ള യാത്രയിലാണത്രേ പഞ്ചപാണ്ഡവരും
ദ്രൗപദിയും മോക്ഷം പ്രാപിച്ചത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വതം മുഴുവൻ ഒരു പ്രത്യേകതരം നിഴലിലായിരിക്കുമത്രേ. അതിന് ഹിന്ദുക്കൾ പുണ്യകരമായി കാണുന്ന സ്വാസ്തികയോട് അപാരമായ സാദൃശ്യം തോന്നിയേക്കാം. ഓം പർവ്വതം ഇവിടത്തെ മറ്റൊരു അത്ഭുതമാണ്. പർവ്വതത്തിൽ വീഴുന്ന മഞ്ഞ് ഓമിൻ്റെ ആകൃതിയിൽ തോന്നിക്കുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. റഷ്യൻ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് കൈലാസം ഒരു പ്രകൃതി സൃഷ്ടി അല്ല എന്നാണ്. ഇത്രയും കൃത്യമായ രൂപവും സമലക്ഷണങ്ങളും ഒരു പ്രകൃതി നിർമ്മിതിക്കും കാണില്ലത്രേ. ഒരു കത്രിടയിലോടാണ് അവർ ഇതിനെ ഉപമിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ വശങ്ങൾ ഒരു പിരമിഡിന് സമമാണത്രേ. കൈലാസത്തിൻ്റെ താഴ്വരയിൽ 2 തടാകങ്ങളാണ് ഉള്ളത്, മാനസ സരോവരും രക്ഷാസ്ഥാലും. മാനസ സരോവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോൾ രക്ഷാസ്ഥാലിന് അർദ്ധചന്ദ്രൻ്റെ ആകൃതിയാണുള്ളത്. ഊർജത്തെയും ചീത്ത ഊർജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാനസ സരോവറിൽ ശുദ്ധജലമാണുള്ളത്. എന്നാൽ വിചിത്രമെന്നു പറയട്ടെ, രക്ഷാസ്ഥാലിൽ ഉപ്പുവെള്ളമാണുള്ളത്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ വാർത്തകൾക്ക് ഈ ചാനൽ